ഫ്രണ്ട്സ്, ISLും കാര്യമൊന്നും ഇപ്രാവശ്യത്തെ സീസൺ ഉണ്ടാവോ ഇല്ലേന്നൊന്നും ഉറപ്പില്ലാത്ത ഈ ഒരു ഘട്ടത്തിൽ ഭയങ്കര ഡള്ളായിട്ട് നിൽക്കുന്ന നിങ്ങളെ മനസ്സിനൊന്ന് കുളിരണിപ്പിക്കാനും സന്തോഷിക്കാനും വേണ്ടി നമ്മൾ ഇന്ന് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ പ്ലേയേഴ്സിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു സ്റ്റോറി ചെയ്യുകയാണ്. അപ്പോൾ ഓരോ എപ്പിസോഡുകളിലായിരിക്കും ഇത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ബട്ടന് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവതാരമായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം കോറോ സിംഗിനെ കുറിച്ചാണ്. സത്യത്തിൽ ആരാണ് ഈ കോറോ സിംഗ്? മണിപ്പൂരിലെ ചെറിയൊരു വില്ലേജ് ചേറൽ മാങ്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച കോറോ സിംഗ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഫുട്ബോളിനോട് ഒരുപാട് പാഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിചാരിക്കാത്ത ഒരു ഞെട്ടലാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ പിന്നോട്ടടിച്ചത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വലിയ സുനാമികൾ വന്ന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു. മരണം അങ്ങനെയാണ് വിചാരിക്കാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു അതിഥി. സ്വന്തം വീടിൻ്റെ അടുത്തുള്ള നദിയിൽ നിന്നുള്ള ചെറിയ തിരമാലകൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ ജീവനെടുത്തത് അദ്ദേഹത്തിൻ്റെ 9ാം വയസ്സിലാണ്. തുടർന്ന് അദ്ദേഹം തൻ്റെ കസിൻസിൻ്റെ കൂടെ ചേറൽ മഞ്ചലിൽ കഴിയുകയായിരുന്നു. പക്ഷേ ഈ ഒരു ഞെട്ടലും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ അപ്രതീക്ഷിത മരണവും അദ്ദേഹത്തെ പിന്നോട്ടടിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരം ഇംഗ്ലണ്ടിൻ്റെ ഫിൽ ഫോഡനാണ്. തൻ്റെ അപാരമായ കഠിന പ്രയത്നവും നിശ്ചയദാർഢ്യവും അദ്ദേഹത്തെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചു. മരണം അങ്ങനെയാണ്, എപ്പോൾ എവിടെ വെച്ചാണ് സംഭവിക്കുകയെന്ന് ഒരാൾക്കും അറിയുകയില്ല. വെള്ള പുതച്ച് കിടക്കുകയാ മോഹങ്ങളറ്റുപോയ ദേഹി സ്വപ്നങ്ങളില്ലാത്ത നിദ്രയുമായി നേടിയതൊന്നും കൊണ്ടുപോയതില്ല, കൊണ്ടുപോകുന്നതൊന്നും നേടിയതുമല്ല. വെറുമൊരു ദേഹം മണ്ണിലുറങ്ങാൻ പോവുകയാണ്. ദുഃഖങ്ങളില്ല, സന്തോഷങ്ങളില്ല, വെറും നിദ്ര മാത്രം. മരണത്തെ അപ്രതീക്ഷിതമായി നേരിട്ട അദ്ദേഹം പിന്നീട് ഫുട്ബോളിലേക്ക് ചേക്കേറുകയായിരുന്നു കോറോ സിംഗ്. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ അറ്റാക്കർ വിവിധ റോളുകൾ കൈകാര്യം ചെയ്യും. റൈറ്റ് വിങ്, റൈറ്റ് ബാക്ക്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, സെൻറ്റർ ഫോർവേഡ് റോളുകൾ. 2020 സുഡേവ FCയിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. 2021 സുഡേവ FCക്ക് വേണ്ടി സെപ്റ്റംബർ 6 ജംഷഡ്പൂരിനെതിരെ കളത്തിലിറങ്ങി. പക്ഷേ ആ ഒരു മത്സരം പരാജയപ്പെട്ടു. അടുത്ത മത്സരം FC ഗോവയ്ക്കെതിരെ കളത്തിലിറങ്ങി 12 സെപ്റ്റംബർ. പക്ഷേ ആ ഒരു മത്സരവും 1-2 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് ഊറി വീഴുമ്പോഴും തൻ്റെ ഫുട്ബോളിനോടുള്ള പാഷൻ അടങ്ങാതെ അണയുകയായിരുന്നു കോറോ സിംഗിൻ്റെ മനസ്സിൽ. 2023 അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. റിസർവ് ടീമിലേക്ക് എത്തിയ അദ്ദേഹം 2023 നവംബർ 26 കേരള പോലീസിനെതിരെയാണ് ആദ്യമായി ബൂട്ട് കെട്ടുന്നത്. 46-ാം മിനിറ്റിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ തകർച്ചയിൽ നിന്നും ഒരുപാട് കഠിന പ്രയത്നം കൊണ്ട് ഉയർച്ചയിലേക്ക് എത്തിയ താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കറായ കോറോ സിംഗ്. ഇന്ന് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമിലെ ഒരു സെൻറ്റർ ഫോർവേഡാണ്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടേണ്ടി വന്നെങ്കിൽ പോലും ഇപ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജീവിക്കുകയാണ് കോറോ സിംഗ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു താരത്തെ പരിചയപ്പെടുത്തി തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക.